ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു എഡ്യൂആല 2.0. അപ്പോൾ ഇന്നത്തെ വീഡിയോ +2 ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾക്ക് +2 ക്രിസ്മസ് എക്സാമിനെ ബിസിനസ് സ്റ്റഡീസിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടത്, ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്. ദെൻ ഈ ഒരു വീഡിയോയിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ വീഡിയോ ലാസ്റ്റ് വരെ നോക്കുമ്പോൾ ഒരു 20 ക്വസ്റ്റ്യൻസ് മിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ 20 ക്വസ്റ്റ്യൻസ് പഠിക്കാൻ നിങ്ങളൊരു ചലഞ്ചായിട്ട് റെഡിയാണ് എങ്കിൽ യു ഷുഡ് ഗെറ്റ് എ മാർക്ക് വിത്ത് 90%. അത് ഉറപ്പാണ്. നമുക്ക് 80ലാണ് എക്സാം എങ്കിൽ നിങ്ങൾ ഈ ഒരു 20 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 70 മാർക്ക് ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. ബിക്കോസ് ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെയിറ്റേജ് എല്ലാം നോക്കി തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ +1 +2 കൊമേഴ്സ് കുട്ടികളോട് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനൽ. കൊമേഴ്സ് ബാച്ചിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ചാനലാണ് കേട്ടോ. ദെൻ ഇതിൽ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ മിസ് പറഞ്ഞ ലാസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല പോലെ ഓക്കെ. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ബിസിനസിന്റെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ്സിന് ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാനായിട്ടുണ്ട്. നമ്മുടെ കൊമേഴ്സ് കുട്ടികളോടായിട്ടാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇംപ്രൂവ്മെന്റിന് ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, പെർ സബ്ജക്റ്റ് 500 rupees ആയിട്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങി. അബൌട്ട് ഒരു 2 months ഒക്കെ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ റിസൾട്ട് വന്ന ശേഷം കുറേ കുട്ടികളായി +2 ക്ലാസ് ഉണ്ടോ, നമ്മൾ എഡ്യൂവാലറ്റിന്റെ സയൻസ് ബാച്ചിൽ ഡെയിലി നമ്മൾ മന്ത്ലി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റിനും കൂടി 500 rupees വെച്ചിട്ട്. അപ്പോൾ അതേപോലെ കൊമേഴ്സിന് ക്ലാസ് ഉണ്ടോന്ന് കുറേ കുട്ടികളായി. ഇപ്പോൾ ഇംപ്രൂവ്മെന്റിന് ശേഷമാണ് നമുക്ക് അതിന്റെ ഒരു എൻക്വയറീസ് കൂടുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇനി എന്തായാലും 2 months നമുക്ക് എന്തായാലും ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാം ഒന്നെന്ന് പറഞ്ഞ് തുടങ്ങാനായിട്ട് സാധിക്കില്ല. നമുക്ക് ടൈം വളരെ കുറവാണ്. സോ നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മുടെ എഡ്യൂവാല 2.0 കൊമേഴ്സ് കുട്ടികൾക്ക്, നമ്മൾ കൊമേഴ്സ് സബ്ജക്റ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് +2 സ്റ്റുഡൻസിനാണ്. +2 സ്റ്റുഡൻസിനെ ഒരു 15 days ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അതായത് 50 ദിവസത്തെ ക്രാഷ് കോഴ്സ്. അത് ഏതൊക്കെ സബ്ജക്റ്റ് ആണ്? അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്. ആ 50 ദിവസവും നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മാർച്ചിൽ എക്സാം എഴുതുമ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടി എക്സാം എഴുതുക, അവർക്ക് എത്ര മാർക്കിനോളം എക്സാമിന് നമ്മൾ പഠിപ്പിക്കും, എല്ലാ ഇമ്പോർട്ടൻസും എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അതിൽ പറയും. 1ാമത്തെ ചാപ്റ്റർ തൊട്ട് കഴിയുന്ന ചാപ്റ്റേഴ്സ് വരെയുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ് ഉണ്ടായിരിക്കും, നമ്മൾ എഴുതിയ ഹാൻഡ് റിട്ടൺ നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതെല്ലാം ഓക്കെയാണ്. ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു January 15 നമ്മൾ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുക. January 15 മുതൽ നമ്മൾ വിചാരിക്കുന്നതാണ് ഒരു February ലാസ്റ്റ് വരെ. അപ്പൊ നമുക്ക് എങ്ങനെയും ഒരു 50 ദിവസമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 50 ദിവസം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ മിസ്സിന്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ പിന്നീട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ്. അപ്പൊ നമ്മൾ 15 days ഒരു ക്രാഷ് കോഴ്സ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മന്ത്ലി ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ കൊമേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ പകരം 50 days ഒരു ക്രാഷ് കോഴ്സ്, എല്ലാ സബ്ജക്റ്റും എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു നിങ്ങളുടെ അറിവിലേക്കായിട്ട് എൻക്വയറീസ് വരുന്നുണ്ട് കുറെ. അതുകൊണ്ടാണ് മിസ് വീഡിയോയുടെ ഇടയിൽ ഈ ഒരു ഇൻഫോർമേഷൻ ക്യാച്ച് ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഇനി നമുക്ക് ബിസിനസ് സ്റ്റഡീസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് +2 നമുക്ക് ഓണപരീക്ഷ കഴിഞ്ഞ് ഇപ്പൊ ക്രിസ്മസ് എക്സാം ആണ് അല്ലെ. ക്രിസ്മസ് എക്സാമിന് നമുക്ക് 9 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. നമ്മുടെ സെക്കൻഡ് ടേമിന്റെ പോർഷൻസ് നോക്കുമ്പോൾ 9 ചാപ്റ്റേഴ്സ് ആണ്. 9ാമത്തെ ചാപ്റ്റേഴ്സ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അത് കുറേ കുട്ടികൾ പറയുന്നു, കുറേ സ്റ്റുഡൻസ് പറയുന്നു അത് ഓക്കെ അല്ല, അതില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ 9 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് സെക്കൻഡ് ടേം കഴിയുമ്പോൾ, അതായത് അതായത് നമ്മൾ ക്രിസ്മസിന്റെ എക്സാമിന് നമ്മൾ എല്ലാ സ്റ്റുഡൻസും എല്ലാ സ്കൂളുകളും കണ്ടിന്യൂ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവും. അതൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. ഇനി മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ 9 ചാപ്റ്റേഴ്സും
ഒരു ഓർഡറിലാണ്. അത് എന്ത് ഓർഡറിലാന്ന് പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഓർഡറാണ്. നിങ്ങൾ ആദ്യം ഈ പാഠം പഠിക്കൂ കുട്ടികളെ എന്ന് പറയില്ലേ, അതേപോലെ 9 ചാപ്റ്റേഴ്സ് നമ്മളിവിടെ ഓർഡർ വൈസിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ ഓർഡറിലല്ല. ഇതിൻ്റെ ഇപ്പുറത്ത് മിസ് ചാപ്റ്റർ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്, എത്രാമത്തെ ചാപ്റ്റർ ആണോ ഓരോന്നും എന്നുള്ളത്. ഇത് എന്തിനാണ് ഈ ഓർഡർ ഇട്ടെന്ന് വെച്ചാൽ, ഇതാണ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് എക്സാമിന് നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് ബുക്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ്. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. 6th ചാപ്റ്ററാണ് സ്റ്റാഫിംഗ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് 2nd ചാപ്റ്ററാണ്. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് 1st ചാപ്റ്ററാണ്. ദെൻ ഡയറക്റ്റിംഗ്, ഓർഗനൈസിങ്, അതിന് ശേഷം പ്ലാനിങ്, കൺട്രോളിങ്, ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, മിസ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലെങ്തി ആണല്ലോ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് മാത്രമാണ്. അതിലെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിക്സഡ് ക്യാപിറ്റൽ, അതൊക്കെയാണ് അതിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. ഓൺലി ദ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ്. പക്ഷെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ ആ ചാപ്റ്റേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ ഒരു ചാപ്റ്ററിനെ ഏറ്റവും ലാസ്റ്റിലേക്ക് നമ്മൾ തള്ളിക്കൊടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഓർഡർ വൈസിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എത്രയും വേഗം വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റത്തെ 4 പാഠം നല്ല വെയിറ്റേജ് ഉള്ളതാണ്. സ്റ്റാഫിങ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ്. ഇതിന് 3നും നമുക്ക് നല്ല രീതിയിൽ എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇനി ഈ ചാപ്റ്ററുകൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ച് ബിസിനസ് സ്റ്റഡീസ് പഠിക്കാൻ വളരെ ടഫാന്നാ പറയാ. അതെന്താ, നിങ്ങൾ പഠിക്കുന്നത് ചാപ്റ്റർ വൈസ് ഓർഡറിലാണ്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഫോൾട്ട്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഗെയിമിൽ ഇനി എത്രയാ നമുക്കൊരു ആഴ്ചയൊക്കെ ഉള്ളൂ മിനിമം. ഈ ഒരു ആഴ്ച മിനിമം നിങ്ങൾ ചാപ്റ്റർ വൈസ് പിടിച്ചപ്പോൾ 1ാം പാഠം തന്നെ പഠിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ 1ാം പാഠം പഠിക്കട്ടെ, 2ാം പാഠം പഠിക്കട്ടെ, 3ാം പാഠം പഠിക്കട്ടെ എന്നതിൽ നിന്ന് മാറി നിങ്ങൾ വെയിറ്റേജ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, വെയിറ്റേജ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചാപ്റ്റർ ഏതാന്ന് നോക്കുക. ആ ചാപ്റ്റർ നിങ്ങൾ ആദ്യം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയെങ്കിലും ഓക്കെ, ഇനിയും ടൈം ഉണ്ട്, നമുക്ക് ടൈം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് ആണിത്. ഇതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് വേഗം കഴിയും. അതിൽ 14 പ്രിൻസിപ്പിൾസ് പഠിച്ചാൽ തന്നെ 8 മാർക്കിൻ്റെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ 3-4 ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കുക. അതിനുശേഷം ഈ വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സ് നോക്കുക. പിന്നീട് നിങ്ങൾ ബിസിനസ് എൻവയോൺമെന്റ് ഒക്കെ ഒരേ ഒരു ടോപ്പിക് അവിടെ പഠിച്ചാൽ മതി. അല്ലാതെ ഒരു ചാപ്റ്ററും പിടിച്ച് കംപ്ലീറ്റ് പേജസ് ഇട്ട് നമുക്ക് ഈ അൺവാണ്ടഡ് തിങ്സ് ഒന്നും നമുക്ക് വേണ്ട അവിടെ. അതായത് ചിലതൊന്നും ഒരു കാര്യമില്ലാത്ത ടോപ്പിക്കുകളാണ്, അതൊന്നും നമ്മളിവിടെ ശ്രദ്ധിക്കണം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് മാത്രം കവർ ചെയ്ത് നോക്കിയേ, അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ മിസ് ഒരു 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ബിസിനസ് സ്റ്റഡീസ് ക്രിസ്മസ് എക്സാമിന് പഠിക്കുന്ന എല്ലാ കുട്ടികളും ഈ 20 സ്റ്റുഡൻസ് നിങ്ങൾ 20 ക്വസ്റ്റ്യൻസ് പഠിച്ചോ നോക്കാം. ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് മിസ്സിന് 100% ഉറപ്പ് പറയാൻ പറ്റുന്നുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്കിപ്പോൾ കുറച്ച് കാലമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ തന്നെ നമ്മൾ പോയിട്ടുള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും, മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും, ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും എല്ലാം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 8 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു 20 ക്വസ്റ്റ്യൻസ് പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിക്കാം, പഠിച്ചു കഴിഞ്ഞവരുണ്ടെങ്കിൽ നോക്കുക. ഇനി ഏതെങ്കിലും ഞാൻ പഠിക്കാത്തതുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. ഈ 20 ക്വസ്റ്റ്യനെങ്കിലും പഠിച്ചിട്ട് നിങ്ങൾ ഏതിന് പോവാ, ക്രിസ്മസ് എക്സാമിന് പോവാ. ഇത് നിങ്ങൾ ഓക്കെ ആണ് എങ്കിൽ നമുക്ക് മാർച്ച് എക്സാമിനും ഓക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ 20 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇത് ചാപ്റ്റർ വൈസ് ഓർഡറിലാണ് മിസ് ചെയ്തിരിക്കുന്നത്. 1ാം പാർട്ടിൽ നിന്ന് ഓർഡറായിട്ടാണ് മിസ് ചെയ്തിരിക്കുന്നത്. മറ്റേതുപോലെ വെയിറ്റേജ് ഓർഡറിലല്ല ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട 3 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്, ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, കോർഡിനേഷൻ. ഇതിൽ 8 മാർക്കിന് നമുക്ക് ചോദിക്കാം. ഈ 1ാമത്തെ ക്വസ്റ്റ്യനും 3rd ക്വസ്റ്റ്യനാണ്. 1ാമത്തെന്ന് വെച്ചാൽ വാട്ട് യു മീൻ ബൈ മാനേജ്മെന്റ്, ക്യാൻ യു ഡിഫൈൻ ഇറ്റ് ഓർ ക്യാൻ യു എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചിട്ട് 8 മാർക്കിന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ് മാനേജ്മെന്റ്, അതേപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് പെർവേസീവ് ആണ്, കണ്ടിന്യൂസ് ആണ് ഫീച്ചേഴ്സ്, ദെൻ ഇമ്പോർട്ടൻസ് എല്ലാം പഠിക്കണം 8 മാർക്കിന്. ഈ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് നമുക്കൊരു 4-5 മാർക്കിനാണ് ചോദിക്കുക. അത് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ്, ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ, മിഡിൽ ലെവലിലുള്ള ആൾക്കാർ, ലോവർ ലെവലിലുള്ള ആൾക്കാർ അങ്ങനെ ചോദിക്കും. കോർഡിനേഷൻ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്നറിയോ, കോർഡിനേഷൻ നമുക്ക് അവരൊരു സെന്റൻസ് തരും. കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെന്റ്, അത്രയേ തരുള്ളൂ. Can you elucidate, can you evaluate, or can you submit a paper on this topic എന്നൊക്കെ ചോദിച്ച് 8 മാർക്കിന് ചോദിക്കുക. അപ്പം നിങ്ങളോട് എന്താ പഠിക്കേണ്ടത്, കോർഡിനേഷൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്.
ഇത്രയാണ് പഠിക്കാൻ. ഇത് മൂന്നും ഒന്നാം പാഠത്തിൽ നിങ്ങൾ ഒന്നും പഠിച്ചില്ല എങ്കിലും ഇത് മൂന്നും പഠിക്കാം. ദെൻ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഇതുപോലെ 2 ക്വസ്റ്റ്യൻസ് ആണ് മിസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഒന്നാം പാഠമാണ് കേട്ടോ. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 2 ഭാഗം മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് 8 മാർക്കിന്റെ, അതേപോലെ തന്നെ ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് 5 മാർക്കിൽ. നമുക്ക് 5 മാർക്കിനാണ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ചോദിക്കാറുള്ളത്. ഇത് രണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു പാഠത്തിൽ ഇത് 2 മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ദെൻ തേർഡ് ചാപ്റ്ററിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. നമുക്ക് 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡയമെൻഷൻസ്, അതായത് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് 5 ഡയമെൻഷൻസ് ഉണ്ട്. ദെൻ 4ാമത്തെ ചാപ്റ്റേഴ്സ് ഏതാണ്? നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിൽ നിന്ന് മിസ് 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. കാരണം നല്ല പോലെ ഇമ്പോർട്ടൻ്റ് ആയ പാടാണ് പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, 5 മാർക്കിന് ചോദിക്കാം. ലിമിറ്റേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് പ്ലാനിങ് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടും അതുപോലെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ടാണ് നമുക്ക് ചോദിക്കാറ് കേട്ടോ. 1 മാർക്ക് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ടാണ് നമ്മളോട് എന്ത് ചോദിക്കാറ്? ടൈപ്സ് ഓഫ് പ്ലാനിങ്, അതായത് പോളിസീസ്, റൂൾസ്, പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് പഠിക്കാം. ദെൻ ഓർഗനൈസിങ് സ്ട്രക്ചർ, നമുക്ക് അടുത്ത ചാപ്റ്റർ ഓർഗനൈസിങ് ആണ്. അതിലെ മിസ് ചെയ്തിരിക്കുന്നത് 2 ക്വസ്റ്റ്യൻ ആണ്. ഓർഗനൈസിന്റെ സ്ട്രക്ചറും ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഡിവിഷണൽ സ്ട്രക്ചറും ഫങ്ഷണൽ സ്ട്രക്ചർ, ഫീച്ചേഴ്സ്, ഡിഫറൻസ്. ഓക്കെ, ഇതാണ് നമുക്ക് 5 മാർക്കിന് ഷോർട്ടസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ എഗെയിൻ 5 മാർക്കിന് ഷോർട്ടസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാറുള്ളതാണ്. ദെൻ നമ്മൾ സെലക്ഷന്റെ പാഠത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്റ്റാഫിങ്ങിന്റെ പാഠത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു 4-5 ക്വസ്റ്റ്യൻസോളം നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് അവിടെ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് 5 മാർക്കിനും 8 മാർക്കിനും ചോദിക്കും. സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ് പ്രോസസ്, മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്, ഇതൊക്കെ നമ്മൾ 5 മാർക്കിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നല്ല റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ദെൻ മാസ്ലോസ് നീഡ് ഹൈറാർക്കി 5 മാർക്കാണ്. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ്സ്, അതായത് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് നമ്മൾ ആ 2 ചാപ്റ്ററിൽ നിന്ന്, സെലക്ഷൻ ആൻഡ് ഡയറക്റ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 പാഠത്തിൽ നിന്നും കൂടിയിട്ടാണ്. ദെൻ ഇതിലെല്ലാം നമ്മളിപ്പോൾ കണ്ടല്ലോ ക്വസ്റ്റ്യൻസ്, മിസ് മാർക്ക് ഇട്ടേക്കണം കണ്ടില്ലേ, എല്ലാം ഷോർട്ട് എസ്സേ ടൈപ്പ് അതുപോലെ തന്നെ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 8 മാർക്കിനും 5 മാർക്കിനും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഈ 5 എന്നുള്ളത് 4ലേക്ക് പോവാം, 3ലേക്കും പോവാം. പിന്നെ 8 എന്നുള്ളത് മാറാനായിട്ട് പോകുന്നില്ല. ആ ക്വസ്റ്റ്യൻസ് ആ 8 മാർക്കിന് തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയി ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ദെൻ കൺട്രോളിങ്ങിന്റെ പ്രോസസ്സും ലിമിറ്റേഷൻസും ചോദിക്കാറുണ്ട്. 8ാമത്തെ ചാപ്റ്റർ ആണ് കൺട്രോളിങ്. ദെൻ റിലേഷൻഷിപ്പ്, നമുക്കൊരു കമന്റ് ക്വസ്റ്റ്യൻ ആണ്. പ്ലാനിങ്ങും കൺട്രോളിങ്ങും എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതൊരു 3 മാർക്കിനൊക്കെ ചോദിക്കും. അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ ഡെഫിനറ്റ് കണ്ടുള്ള കാരണമാണ് ആ ക്വസ്റ്റ്യനുകൾ ഉൾത്തിരിക്കുന്നത്. ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫാക്ടേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫാക്ടേഴ്സ് തന്നെ നിങ്ങൾക്ക് എല്ലാത്തിൽക്കും എഴുതാം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിനാൻഷ്യൽ ലിവറേജ്, അതൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണ് അതിലുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാൻ റെഡിയാണ് എങ്കിൽ ക്രിസ്മസ് എക്സാം നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. 75% നമുക്ക് ഉറപ്പാണ്. 75% മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അതായത് 90% നമുക്ക് ഷുവർ ആണ്. ഇനി നിങ്ങളുടെ പഠിത്തത്തിനനുസരിച്ചിട്ടാണ് 75 ആയത്. ചിലവർ 8 മാർക്കിൻ്റെ ഒക്കെ കുറേശ്ശെ പഠിക്കും വേഗം കഴിയാൻ വേണ്ടി. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇത്രയും വേഗം പഠിച്ചു തുടങ്ങാൻ ടൈം കഴിഞ്ഞിട്ടില്ല. ക്രിസ്മസ് എക്സാമിന് ഈ 20 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ എക്സാമിന് 50%ഓളം നിങ്ങൾ ഓക്കെ ആയി എന്ന് പറയാം ബിസിനസ് സ്റ്റഡീസിൽ. കാരണം എന്താണെന്നറിയോ, ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് 3 ചാപ്റ്ററും കൂടിയേ മാർച്ചിൽ എക്സാമിനുള്ളൂ. ബാക്കി 9 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്ത്. 9 ചാപ്റ്റേഴ്സിൽ 20 ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ നിങ്ങൾ 80% ഓക്കെ ആയി. ഓക്കെ, അപ്പൊ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, ഇന്ന് തന്നെ ബിസിനസ് സ്റ്റഡീസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വേവിയെ പഠിക്കുക, ഇമ്പോർട്ടൻസ് പഠിക്കുക. ചാപ്റ്റർ വൈസ് പിടിച്ചിരിക്കാതെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ മെയിൻ ടോപ്പിക്കുകൾ ഷുവർ ക്വസ്റ്റ്യൻസ് വേണം പഠിക്കാനായിട്ട്. നമ്മൾ ഇനിയും വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഹെൽപ്ഫുൾ ആയി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാച്ചിങ്.